ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സ്വാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീ വിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണകരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന 14-ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സില് സത്വഗുണത്തിന്റെ സ്വഭാവത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ വായിച്ചത്. 6-ാമത്തെ ശ്ലോകത്തില്. ഇന്ന് 7-ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. ശ്ലോകം 7. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാ സംഘസമുദ്ഭവം തന്നിബധ്നാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാ സംഘസമുദ്ഭവം തന്നിബധ്നാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാ സംഘസമുദ്ഭവം തന്നിബധ്നാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗമസമുദ്ഭവം തന്നിബദ്ധാനി കൗന്ദേയ കർമ്മസംഗേന. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. കൃഷ്ണാസംഗസമുദ്ഭവം തന്നിബദ്ധാനി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. രജോരാഗാത്മകം വിധി തൃഷ്ണസംഗസമുദ്ഭവം തന്നിബധ്നാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബധ്നാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബദ്ധാനി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാരുടെ വിവർത്തനവും ഭാവാർത്ഥവും. കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര, രാഗാത്മകം അളവറ്റ കാമത്തിൽ നിന്ന് ഉളവാകുന്നതാണ് രജഹ, രജോ ഗുണം എന്ന് വിദ്ധി, നീ മനസ്സിലാക്കുക. തൃഷ്ണസംഗാത്, തൃഷ്ണസംഘങ്ങളിൽ നിന്നും ജനിച്ച തത്, ആ രജോ ഗുണം ദേഹിനം, ദേഹസ്ഥനായ ജീവനെ കർമ്മസംഖ്യേന, ഭൗതികമായ ഫലോദിഷ്ട കർമ്മങ്ങളിൽ നിബധ്നാതി, കുടുക്കിയിടുന്നു. അല്ലയോ കുന്തിപുത്ര, അളവറ്റ കാമത്തിൽ നിന്ന് ഉളവാകുന്നതാണ് രജോ ഗുണം എന്ന് നീ മനസ്സിലാക്കുക. തൃഷ്ണസംഘങ്ങളിൽ നിന്നും ജനിച്ച ആ രജോ ഗുണം ദേഹസ്ഥനായ ജീവനെ ഭൗതികമായ ഫലോദിഷ്ട കർമ്മങ്ങളിൽ കുടുക്കിയിടുന്നു. ഇപ്പോ രജോ ഗുണത്തിലുള്ള ഒരു വ്യക്തിയുടെ മുഖ്യ സ്വഭാവം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, പ്രധാനമായിട്ടും ശ്രീലപ്രവാര ഭാവാർത്ഥത്തിൽ പറയുന്നത് സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിലുള്ള ആസക്തിയാണ് ഈ രജോ ഗുണത്തിന്റെ മുഖ്യ സ്വഭാവം. സ്ത്രീക്ക് പുരുഷനിലും അതുപോലെ തന്നെ പുരുഷന് സ്ത്രീയിലും ഉള്ള ആകർഷണം, ഇതിനാണ് രജോ ഗുണം എന്ന് പറയുന്നത്. അപ്പോ ഈ ആകർഷണത്തിൽ മാത്രം അത് നിൽക്കുന്നില്ല. കാരണം ആ ആകർഷണത്തോടു കൂടി തന്നെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം സ്ത്രീയെ സന്തുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പുരുഷന്, മറിച്ചും അതുപോലെ തന്നെ. അപ്പോ
ആ ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പണത്തിന്റെ പിറകെ പോകേണ്ടി വരും. അപ്പൊ പണത്തിന്റെ പിറകെ പോകുമ്പോ പിന്നെ പ്രശസ്തി, പിന്നെ നല്ല സുഖലോലുപ്തമായിട്ടുള്ള വീട്, ഫർണിച്ചറുകള്, പിന്നെ ഭക്ഷണം, ഉറക്കം, അങ്ങനെ അതങ്ങ് വർദ്ധിച്ച് എവിടെയാണ് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ പ്രശസ്തിയുടെ ഒക്കെ പിറകെ പോകുന്നവര് നമുക്കറിയാം, അവർ പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. പ്രത്യേകിച്ച് അവർക്ക് ഒരു മാനദണ്ഡങ്ങളൊന്നുമില്ല, ഒരു മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അവർക്ക് പ്രശസ്തി വേണം. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ മറ്റൊരാളെ കാല് വെട്ടിട്ടായാലും ശരി, അവർ മുന്നോട്ട് പോകാനായിട്ട് അവര് ശ്രമിച്ചു കൊണ്ടിരിക്കും. അത് പൊതുവെ നമ്മൾ കാണുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിൽ നമുക്ക് കാണുന്നതാണ്. കാരണം അവർക്ക് ഒരിക്കലും തന്നെ മതി വരില്ല രാഷ്ട്രത്തിലെ നല്ല ഉയർന്ന പദവി, സമൂഹത്തിലെ ഉയർന്ന പദവി. ഇപ്പൊ ഈ മന്ത്രിമാരൊക്കെ അവർക്ക് പേര് കിട്ടാൻ വേണ്ടി ബസ് സ്റ്റോപ്പുകൾ പണിയും, അല്ലെങ്കിൽ അവരിപ്പോ ഒരു കൈക്കോട്ടെടുത്ത് നിൽക്കും, എന്നിട്ട് അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കും കുറച്ചു നേരം. വാസ്തവത്തിൽ അവർക്ക് എന്തെങ്കിലും അതിനോട് ആത്മാർത്ഥതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയുമില്ല. അവരുടെ പേര് പത്രത്തിൽ വരണം, അവർക്ക് പ്രശസ്തി ഉണ്ടാവണം, അപ്പൊ നല്ല ഭാര്യ, മക്കളെ, സന്തുഷ്ടമായിട്ടുള്ള കുടുംബജീവിതം. അപ്പൊ ഇതൊക്കെയാണ് ഈ രജോ ഗുണത്തിലുള്ള വ്യക്തികളുടെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇതെന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃഷ്ണസങ്കേന, തൃഷ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തത് നേടാനുള്ളതായിട്ടുള്ള ആ ആഗ്രഹം അതുകൊണ്ട് ആ ആഗ്രഹം കൊണ്ട് നമ്മളെ മനുഷ്യരെ ഈ ഭൗതിക ലോകത്തിൽ തന്നെ സങ്കേന നമ്മളിവിടെ തളച്ചിടും. ഇതിന് നമുക്ക് പുറത്തു കിടക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ശ്രീല പ്രഭുപാദര് ഈ കഴുതയുടെ ഉദാഹരണം പറയുന്നുണ്ട്. ഈ പണ്ട് കാലത്തൊക്കെ ഇപ്പൊ ഈ അലക്കുകാര് കഴുത പുറത്ത് വെച്ചിട്ടാണ് ഈ തുണി കൊണ്ടുപോവുക. അപ്പോ രാവിലെ മുതൽ രാത്രി വരെ ഓരോ വീടുകളിലും പോയിട്ട് തുണിയെല്ലാം ചുമന്നു കൊണ്ടുവരണം. അപ്പോ എന്നിട്ട് വൈകുന്നേരം ആകുമ്പോ കുറച്ച് ഒരു പിടി പുല്ല് ഈ കഴുതയുടെ മുമ്പിൽ ഇട്ട് കൊടുക്കും. അപ്പൊ കഴുതയ്ക്ക് ഭയങ്കര സന്തോഷാവും. കാരണം എന്താണ്, ഈ ചുമടെടുത്തിട്ടായാലും ശരി ഈ പുല്ല് തിന്നാൻ കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ ആ കഴുത മനസ്സിലാക്കണില്ല, ഈ ചുമടെടുക്കാതെ തന്നെ ഈ പുല്ല് സമൃദ്ധിയായിട്ട് എല്ലാ സ്ഥലത്തും വളരുന്നുണ്ട്, അതിന് പോയിട്ട് തിന്നേ വേണ്ടു അത്. പക്ഷേ ആ ഒരു അറ്റാച്ച്മെന്റ് കാരണം അതിന് ഒരുപാട് ചുമടെടുക്കേണ്ടി വരുന്നുണ്ട് എന്ന് ശിലാപ്രഭാകർ പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതുപോലെ തന്നെ ഈ കുരങ്ങന്മാരെ കളിപ്പിക്കുന്നവരൊക്കെ ഒരു ഉടുക്കും കൊട്ടിക്കൊണ്ട് ഇങ്ങനെ കുരങ്ങിനിട്ട് ഇങ്ങനെ ചാടിക്കും, അതിനെ കൊണ്ടൊരു സർക്കസ് ഒക്കെ കാണിപ്പിക്കും. കുരങ്ങെന്തിനുണ്ടാ ചെയ്യാൻ, അതിനെന്തിനും തിന്നാൻ കിട്ടണം. പക്ഷെ ഇതൊന്നും ചെയ്യാതെ തന്നെ അതിന് ഏതെങ്കിലും മരത്തിൽ പോയിട്ട് വേണ്ട കായ്കനികളൊക്കെ പറിച്ച് ഭക്ഷിക്കാനായിട്ട് സാധിക്കും. പക്ഷെ എന്നിരുന്നാലും അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോ ഇതാണ് ഈ രജോ ഗുണത്തിലുള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണം ശ്രീലപ്രഭാകർ പറയുന്നത് ഈ വേഴാമ്പല്, ചാതകപക്ഷി. അത് എവിടെ നിന്നും ഒരു ജലാശയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അത് കുടിക്കില്ല. അത് ഈ മഴ വരുന്നതും കാത്തുകൊണ്ട് ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ മഴ പെയ്യുന്ന സമയത്ത് അത് കൊക്ക് തുറന്നു പിടിച്ചിട്ട് ആ കൊക്കിൽ കൂടെ എത്ര വെള്ളമാണോ അകത്ത് പോകുന്നത് അത് മാത്രമേ അത് കുടിക്കുള്ളൂ. അതിനോട് മാത്രമേ അതിന് അറ്റാച്ച്മെന്റ് ഉള്ളൂ. അല്ലാതെ ജലാശയത്തിൽ നിന്നും ഈ ശാതകപക്ഷി വെള്ളം കുടിക്കില്ല. അപ്പോ അങ്ങനെ ഓരോ തരത്തിലുള്ള അറ്റാച്ച്മെന്റുകൾ, ആസക്തിയാണ് നമ്മൾ മനുഷ്യരെയും ഈ ഭൗതിക ലോകത്തില് തളച്ചിടുന്നത്. പക്ഷെ നമ്മൾ ആ തൃഷ്ണ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും? നമ്മളത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ മുക്തി നേടാനായിട്ട് സാധിക്കും. ശ്രീമദ് ഭാഗവതത്തില് ഗജേന്ദ്രന്റെ കഥ പറയുന്നുണ്ട്. ഗജേന്ദ്രൻ അവസാനം ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോ എന്ത് ചെയ്തു? ഗജേന്ദ്രൻ ആ പൊയ്കയിൽ നിന്ന് തന്നെ ഒരു താമരപ്പൂ പറിച്ചിട്ട് തുമ്പിയിൽ ഉയർത്തിപ്പിടിച്ചിട്ട് അത് ഭഗവാന് സമർപ്പിച്ചു. നാരായണ അഖില ഗുരോ ഭഗവാൻ നമസ്തേ എന്നും പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട പാതി ഭഗവാൻ ഗരുഡന്റെ പുറത്ത് യാത്ര ചെയ്തു വന്നു. പക്ഷെ
ഗരുഡന് സ്പീഡ് കുറവാണെന്ന് തോന്നിയിട്ട് ഗരുഡന്റെ പുറത്തുനിന്ന് ചാടിയിട്ട് അദ്ദേഹം സ്വയം എത്തുകയാണ് ചെയ്യുന്നത് ഗജേന്ദ്രന്റെ മുമ്പിൽ. ഗജേന്ദ്രനെ അങ്ങനെ അപകടമായിട്ടുള്ള സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അപ്പോ ഇവിടെ പ്രഭുവാര് പറയുന്നത് നമ്മൾ ആ ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങളോടുള്ള ആ തൃഷ്ണ, അതിനെ നമ്മള് ഭഗവാനോടുള്ള തൃഷ്ണയാക്കിയിട്ട് മാറ്റിയെടുക്കണം. പക്ഷെ അത് പറയാൻ അത്ര എളുപ്പമാണ്, പക്ഷെ അത് പ്രാവർത്തികമായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമല്ല. അപ്പൊ അതിന് എന്ത് വേണം? സ്വയപ്രകാരം അതിന് ഭക്തന്മാരുടെ സംഘത്തിൽ നമ്മൾ എപ്പോഴും വസിക്കാനായിട്ട് ശ്രമിക്കണം. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ സ്വയപ്രകാരം പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഷോപ്പിംഗ് മാളുകൾ, അവിടെ കുറച്ച് ഐറ്റംസ് ഒന്നുമില്ല, അവിടെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഓരോരോ ഈ ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ അതെല്ലാം ഈ ഓരോ ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോയി വെക്കും. ഷോപ്പിന്റെ മാളിന്റെ ഉടമസ്ഥൻ നിങ്ങൾ അവിടെ വെച്ചിട്ട് പോയി വിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പൈസ തരാം എന്ന് പറയും. അപ്പൊ അങ്ങനെ 5 ലക്ഷം 10 ലക്ഷം തരത്തിലുള്ള സാധനങ്ങൾ ഒരൈറ്റം തന്നെ അതിന്റെ പല രൂപത്തില് അവിടെ ഉണ്ടാകും. അപ്പൊ ഇത് വാങ്ങിക്കാൻ പോകുന്നവരോ അതുപോലെ തന്നെ വെറുതെ ഒരാവശ്യമില്ലെങ്കിലും അവിടെ ഡിസ്കൗണ്ട് ഇപ്പൊ 2 ഒരെണ്ണം ഫ്രീ എന്ന് എഴുതി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനോട് ഒരാവശ്യമില്ലെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് വരും, അതിനോടുള്ള ആസക്തി കാരണം. അതൊരിക്കലും അത് ആ പാക്കറ്റ് പോലും തുറക്കുന്നുണ്ടാവില്ല കൊണ്ടുവന്നിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ശ്രീരാപ്രഭുവാര് പറയുന്നുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ ജീവാത്മാക്കളുടെ അവസ്ഥ. രജോ രാജാത്മകം വിദ്ധി ഇവിടെ ഭഗവാൻ ഈ ശ്ലോകത്തില് പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോരോ കഥകളും നമ്മൾ ശ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തന്മാര് എങ്ങനെയാണ് ഈ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആസക്തി ഭഗവാനുള്ള ആസക്തിയാക്കി മാറ്റുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗജേന്ദ്രന്റെ കഥ പറഞ്ഞ പോലെ തന്നെയാണ് പ്രഹ്ലാദ മഹാരാജാവിന്റെയും കഥ. അദ്ദേഹം ഭഗവാനോട്ടുള്ള ആ ആസക്തി കാരണം ഒരു കുലത്തിലെ മുഴുവൻ രക്ഷിക്കാനായിട്ട് പ്രഹ്ലാദിന് സാധിച്ചു. കൊച്ചുകുട്ടി അല്ലെ, കൊച്ചു ബാലൻ, 7 വയസ്സ് പ്രായമുള്ള ബാലൻ. അപ്പോ നമ്മൾ അതാണ് ചെയ്യേണ്ടത് എന്നാണ് ശ്രീപ്രഭുവാര് പറയുന്നത്. നമ്മൾ 3-ാം അധ്യായത്തില് പഠിച്ചിരുന്നു. ഇത് വളരെ ഈ കാമാസക്തി അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങൾ ഇതെല്ലാം തന്നെ ഈ രജോ ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് മഹാപാപമാണ്. എന്താണ് ശ്ലോകം? കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണ സമുദ്ഭവ മഹാചനോ മഹാപാത്മ വിദ്ധി ഏനം ഇഹ വൈര്യണം. നമ്മുടെ ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും വലിയ വൈര്യണം, ശത്രു എന്ന് പറയുന്നത് അതാണ്. ഏത്? കാമം, അതുപോലെ തന്നെ ക്രോധം. അപ്പോ നമ്മൾ അതിൽ നിന്ന് പുറത്തിറക്കണം. അപ്പൊ രജോ ഗുണം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോ നമ്മൾ രജോ ഗുണത്തിൽ നിന്ന് നമ്മൾ ഉയർന്നിട്ട് നമ്മള് സത്വഗുണത്തിലേക്ക് വരണം. പക്ഷെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താ പഠിച്ച? സത്വഗുണത്തിൽ നിന്നുകൊണ്ടും പ്രയോജനമില്ല, നമ്മൾ അതിൽ നിന്നും പുറത്തിറങ്ങണം. കാരണം സത്വഗുണത്തിലെ സുഖങ്ങള് ഒരുപാട് കിട്ടും. അപ്പോ ആ സുഖവും നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിച്ചിരുന്നത് കാരണം നമ്മൾ സത്വഗുണത്തിൽ നിന്നും പുറത്ത് കിടക്കണം. ശുദ്ധ സത്വ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരണം. ഇത് നമ്മള് പലപ്പോഴും ഇത് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത്. അത് ആ രജോ ഗുണത്തിന്റെ പ്രഭാവം കൊണ്ട് അത് ചെയ്തു പോകുന്നതാണ്. നമ്മുടെ 3-ാം അധ്യായത്തിലെ അർജുനന്റെ ഒരു ചോദ്യം നമ്മൾ കേട്ടിരുന്നു അല്ലെ? അതൊക്കെയാണ് പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നഭിവാർണേയ എന്താണ് ബലാദിവ നിയോജിത. അതായത് നമ്മള് നമ്മൾ പാപകരമായിട്ടുള്ള പ്രവർത്തികള് നമുക്ക് ആരും തന്നെ പാപം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എന്നിരുന്നാലും നമ്മളത് ചെയ്തു പോകുന്നുണ്ട് അല്ലെ? അനിച്ഛന്നഭി, നമുക്ക് ആഗ്രഹമില്ല എന്നുണ്ടെങ്കിലും അത് ഇതുപോലെ ബലാദിവ, വളരെ ആരും നമ്മളെ വലിച്ചിഴച്ചിട്ട് കൊണ്ടുപോയിട്ട് ചെയ്യിക്കുന്ന പോലെ നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അപ്പൊ ആരാണ് നമ്മളെ വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്നത്? ഈ നമ്മളിലെ തന്നെയുള്ള രജോ ഗുണമാണ് നമ്മളെ അത് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മള് അതിനെ നമ്മുടെ ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങളെ നമ്മള്
ഭഗവാനോടുള്ള ആ ഒരു അഭിലാഷമാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കും. ക്രോധം അതുപോലെ തന്നെ ഒരുപാട് ഋഷിമാരുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. അവര് ക്രോധത്തിൽ പെട്ടിട്ട് എങ്ങനെയാണ് അധവസിച്ച് പോകുന്നത് എന്നുള്ളത്. പക്ഷെ ആ ക്രോധത്തിനെ തന്നെ നമുക്ക് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഹനുമാൻ ചെയ്തതുപോലെ. ഹനുമാന് രാവണനോട് കോപം വന്നു. അപ്പോ എന്ത് ചെയ്തു? അത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ആ ക്രോധത്തിനെ ഉപയോഗിച്ചിട്ട് ആ ലങ്ക മുഴുവൻ ചുട്ടരിച്ചു കഴിഞ്ഞു. വെറും ഒരു കുരങ്ങിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള ഹനുമാൻ അത് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള ഈ ഭൗതികമായിട്ടുള്ള ഊരാക്കുടിക്കൽ നമുക്ക് പുറത്തു കടന്നുകൂടാ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോ നമ്മൾ ഒരിക്കലും ഈ രജോ ഗുണത്തിനെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് നമ്മൾ അവസരം ഉണ്ടാക്കരുത്. അത് കൂടുതൽ നമ്മളെ അതിൽ തന്നെ ബന്ധിച്ചിടയുള്ളൂ. വേറൊരു ഉദാഹരണം ശ്രീരാപ്പുരവാർ പറയുന്നത് ഈ തേനീച്ചക്കൂട്. ഏതെങ്കിലും മരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ തേനീച്ചക്കൂട് ഇങ്ങനെ കാണാം. നമുക്കറിയാം അതിനകത്ത് നിറയെ തേനുണ്ടാവും എന്നുള്ളത്. പക്ഷെ ഈ തേനീച്ചകൾ അതിനെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലവരെന്ത് ചെയ്യും? വിദ്യാസരന്മാര് അവര് പോയിട്ട് ആ തേനീച്ചക്കൂടൊന്ന് ഇളക്കി കൊടുക്കും. അതോട്ട് കഴിഞ്ഞു. ഈ തേനീച്ചകളെല്ലാം കൂടി ഇയാളെ ആക്രമിക്കുക. അങ്ങനെ മുഖത്തെല്ലാം വിങ്ങി വീർത്തവർ വരുന്നത് കാണാം. അപ്പോ തേനൊട്ട് കിട്ടിയതുമില്ല, തേനീച്ച കുത്തുകയും ചെയ്യും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഭൗതിക ലോകത്തിലെ അവസ്ഥ. അത് നമ്മളെ കൂടുതൽ ഇവിടെ ബന്ധിച്ചിടും. വാസ്തവത്തില് ഈ നമ്മള് അമ്മയുടെ ഗർഭപാത്രത്തിൽ പുറത്തു വന്നിട്ട് ഈ ഭൗതിക പ്രകൃതി ത്രിഗുണങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് ആ കുട്ടി വളരെ ഹാപ്പിയാണ്. കാരണം അമ്മയുടെ പൊക്കിൾക്കൊടി കൂടെ അതിന് വേണ്ടത് ആഹാരം കിട്ടുന്നുണ്ട്. പക്ഷെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാണുന്നതെല്ലാം അതിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം പെട്ടുപോയിട്ട് അങ്ങനെ വഴിതെറ്റി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഭക്തന്റെ സ്ഥിതി എന്ന് പറയുന്നത് നമുക്ക് ആത്മീയ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. ആത്മീയ കാര്യങ്ങൾക്ക് സങ്കല്പ പ്രതികൂല്യസ്യ വർജനം. അല്ലാതെ നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങളുടെ പിറകെ പരക്കം പായുന്നിടത്തോളം കാലം നമുക്ക് ഒരുപാട് കഠിനമായിട്ട് പ്രയത്നം ചെയ്യേണ്ടി വരും. അങ്ങനെ കർമ്മഫലങ്ങളിൽ ആസക്തനാകും. അങ്ങനെ ആ കർമ്മങ്ങളിൽ വീണ്ടും ബന്ധിതരായി തീരുകയും ചെയ്യും. അപ്പോ ഇത് വളരെ ഒരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. വാസ്തവത്തില് ഈ ഭൗതിക ലോകത്തിലെ പുരോഗതി എന്ന് പറയുന്നത് എന്ത് പുരോഗതിയാണ്? നമ്മുടെ പഴയ കാലത്തെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നുള്ളതെല്ലാം ആ കാലത്തും ഉണ്ടായിരുന്നു. ജനങ്ങളെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ജീവിത രീതിയാണ് അവരെല്ലാം സ്വീകരിച്ചിരുന്നത്. ഇന്നത്തെ പോലെ അന്നത്തെ കാലത്ത് അസുഖങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം ഈ കെമിക്കലിന്റെ പ്രയോഗം ഒന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും അവർക്ക് കിട്ടുന്നതുകൊണ്ട് സംതൃപ്തരായിരുന്നു. അവരങ്ങനെ കൂടുതൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ പിറകെ പോകാറില്ല. അപ്പോ അതെല്ലാം നമുക്ക് നമ്മുടെ പൂർവികർ കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മളതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഈ പുരോഗതിയുടെ പിറകെ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ കഷ്ടപ്പാടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോ ഇതാണ് ഈ രജോ ഗുണത്തിന്റെ അവസ്ഥ. ഇനി തമോ ഗുണത്തിനെ പറ്റിയിട്ട് ഭഗവാൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ശ്ലോകം 8. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിഹേ തന്നിബധ്നാതി ഭാരത. തമസഹത്തു അജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിഹേ തന്നിബധ്നാതി ഭാരത. തമഹത്തു അജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിഹി തന്നിബധ്നാതി ഭാരത. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തമസ്തജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭി നിബധ്നാതി ഭാരത. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. തമസ്ത ജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭ്യസ് തന്നിബന്ധാനി ഭാരത. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. തത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാതലസ്യ നിദ്രാഭീസ് തന്നിബദ്ധാനി ഭാരതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തമസ്തജ്ഞാനജം വിദ്ധിം മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാപി തത് സന്നിബോധനാദി ഭാരത. തന്നിബന്ധനാദി ഭാരത. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. വാസുദേവായ. തമസ്തജ്ഞാനജം വിധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഹി തനിബന്ധാനതി ഭാരത. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. തമസ്തജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭി സന്നിബധ്നാതി ഭാരത. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. തമസ്ത്വജ്ഞാനജം വിധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭി തന്നിബധ്നാതി ഭാരത. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്രീലപ്രവാരി വിവർത്തനം ഭാവാർത്ഥം. ഭാരത, ഹേ ഭാരതപുത്ര, തമഹത്തു തമസ്സാകട്ടെ അജ്ഞാനജം അജ്ഞാനത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് വിദ്ധി നീ അറിയുക. സർവദേഹിനാം സർവശരീരികളെയും മോഹനം വ്യാമോഹിപ്പിക്കുന്ന തത് അത് പ്രമാദ ആലസ്യ നിദ്രാഭിഹി പ്രമാദം അലസത നിദ്ര ഇവ കൊണ്ട് നിബന്ധനാദി ബദ്ധ ജീവാത്മാവിനെ കുടുക്കിയിടുന്നു. ഹേ ഭാരതപുത്ര, തമസ്സാകട്ടെ അജ്ഞാനത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് നീ അറിയുക. സർവശരീരികളെയും വ്യാമോഹിപ്പിക്കുന്ന അത് പ്രമാദം അലസത നിദ്ര ഇവ കൊണ്ട് ബദ്ധ ജീവാത്മാവിനെ കുടുക്കിയിടുന്നു. ഇപ്പോ സ്വഭാവത്തില് തത്വഗുണത്തിന് നേരെ എതിരാണ് തമോ ഗുണം. സത്വഗുണത്തിലുള്ളവർക്ക് ജ്ഞാനസമ്പാദനത്തിലൂടെ വിവേകം നേടാനായിട്ട് സാധിക്കും. പക്ഷെ തമോ ഗുണത്തിലുള്ളവർക്ക് അത്തരത്തിലുള്ള ആ അറിവ് നേടാനായിട്ട് സാധിക്കില്ല. കാരണം അവരൊരിക്കലും ഈ അറിവിന്റെ പിറകെ പോകുന്നവരല്ല. പിന്നെന്താ പറയുന്നത്? ഉന്മാദം. ആ ഉന്മാദം തമോ ഗുണത്തിലുള്ളവരെ ബാധിക്കും. അപ്പൊ അങ്ങനെ ആ ഉന്മാദം, പലർക്കും ഈ ഉന്മാദ രോഗം നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ ഉന്മാദം വരുന്നവർക്ക് ആ വിവേചന ബുദ്ധി നഷ്ടപ്പെടും. അപ്പോ ഈ പൊതുവെ സത്വഗുണത്തിലുള്ളവരെയും അതുപോലെ തന്നെ ഈ തമോ ഗുണത്തിലുള്ളവരെയും കാണുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സത്വഗുണത്തില് ഉള്ളവർക്ക് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക തേജസ് ഉണ്ടാവും, ഒരു ഐശ്വര്യം, ഒരു പ്രകാശമൊക്കെ വരുന്ന പോലെ നമുക്ക് തോന്നും സത്വഗുണത്തിലുള്ളവരെ കാണുമ്പോൾ. കാരണം എന്താണ്? അവരുടെ ആ മനസ്സ് അത്രയും പവിത്രമാണ്. അതേസമയം ഈ തമോ ഗുണത്തിലുള്ളവരെ അവരെ കാണുമ്പോൾ ഒരു മന്ദത, ആലസ്യം, എപ്പോഴും ഇങ്ങനെ ഉറക്കം തൂങ്ങി നടക്കുക. അവർക്ക് ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു താല്പര്യം ഉണ്ടാവില്ല. ഭൗതികമായിട്ടുള്ള ആത്മീയ കാര്യങ്ങൾ പിന്നെ പറയണ്ട, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും അവർക്ക് തന്നെ താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും ഒന്നും ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് അവർക്കൊരു താല്പര്യം ഉണ്ടാവില്ല. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അവരെ സംബന്ധിച്ച്. അപ്പോ അതാണ് വ്യത്യാസം. ഈ സത്വഗുണത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാത്തിനും ഒരു ചിട്ടയുണ്ട്. നമ്മള് 6-ാം അധ്യായത്തിൽ പഠിച്ച പോലെ ആ യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കഴിക്കുന്നതിന് ടൈം ടേബിൾ അല്ലാതെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ കഴിക്കുക, അങ്ങനെയല്ല. കൃത്യ സമയത്ത് കഴിക്കുക, കൃത്യമായിട്ടുള്ള അളവ് കഴിക്കുക, അല്ലാതെ കിട്ടുന്നതെല്ലാം വാരി വരിച്ച് തിന്നില്ല. കൃത്യമായിട്ടുള്ള അളവ് കഴിക്കുക, അതുപോലെ തന്നെ കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എണിക്കുക. അപ്പൊ അവരുടെ ഓരോ കാര്യങ്ങൾക്കും ചിട്ടയുള്ളത് കൊണ്ട് തന്നെ
അവരെപ്പോഴും നല്ല ഉന്മേഷവാന്മാരായിരിക്കും. അതേസമയം ഈ തമോ ഗുണത്തിലുള്ളവര് അങ്ങനെയല്ല. കാരണം അവർക്ക് ഒന്നിനും ഒരു ചിട്ടയില്ലാത്തത് കാരണം. ഉദാഹരണം ഇപ്പൊ കുംഭകർണൻ 6 മാസം ഉറങ്ങും. ഉറങ്ങിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അമിതമായിട്ടുള്ള ആ ഭക്ഷണം, പിന്നെ വീണ്ടും കിടന്നുറങ്ങും. അപ്പോ അങ്ങനെയുള്ളവര്, അതുപോലെ തന്നെ ധൃതരാഷ്ട്ര കണ്ണുകൊണ്ടും മാത്രമല്ല ആത്മീയമായിട്ടും അദ്ദേഹം അന്ധനായിരുന്നു എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. എത്ര പേര് ഉപദേശിച്ച് നന്നാക്കാനായിട്ട് നോക്കിയല്ലേ? വിതുരര്, സഞ്ജയൻ, ഭീഷ്മദേവൻ, ദ്രോണാചാര്യര്, ഇവരെല്ലാം ഉപദേശിച്ചു നോക്കി. പക്ഷെ എന്നിരുന്നാലും മക്കളോടുള്ള ആ അമിതമായിട്ടുള്ള സ്നേഹം കാരണം ധൃതരാഷ്ട്രക്ക് ലോകത്തിന് ഹിതകരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ടാണ് ശ്രീലപ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, തമോ ഗുണത്തിലുള്ളവര് ഒരു മൂഢന്മാരാണ്. ആ തമോ ഗുണം അവര് ദുഃഖത്തിലേക്ക് നയിക്കും. പിന്നെന്ത് പറ്റും? അവർ മൃഗങ്ങളെ പോലെ ജീവിക്കും. ഇപ്പൊ മൃഗങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ദുരിതപൂർണമാണ്, അല്ലെ? പക്ഷെ മൃഗങ്ങളത് അറിയുന്നില്ല. അവർക്ക് എന്തെങ്കിലും വഴിയിൽ കിടന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരത് തിന്നാനായിട്ട് നോക്കും. പക്ഷെ ആ തിന്നുന്ന സമയത്തും അവർക്ക് അവരുടെ വർഗത്തിൽപ്പെട്ട വേറൊരു ജീവി വന്നിട്ട് അവരെ ആക്രമിക്കൂ എന്നുള്ള ആ ഒരു ഭയത്തിലാണ് അവര് കഴിഞ്ഞുകൂടുന്നത് തന്നെ. അപ്പോ അവർക്ക് ഒരിക്കലും സന്തോഷിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ എന്നിരുന്നാലും അവരുടെ ദുഃഖത്തിനുള്ള കാരണം എന്താണെന്നുള്ളത് മൃഗങ്ങള് മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ്? മൃഗങ്ങള് എപ്പോഴും തമോ ഗുണത്തിലാണ്. അപ്പൊ മൃഗങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ പോലും അതിനത് അറിയുന്നില്ല തങ്ങളെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നത്. കഴുത്തില് കത്തി വെക്കുമ്പോഴും അവർ അറിയുന്നില്ല തങ്ങളെ കൊല്ലാണെന്നുള്ളത്. അപ്പൊ ഇതാണ് മൃഗങ്ങളുടെ ജീവിതം. അപ്പോ ഇതുപോലെ മൃഗങ്ങളെ പോലെ ജീവിക്കുന്ന മനുഷ്യരും വാസ്തവത്തിൽ മൃഗങ്ങൾക്ക് സമാനമാണ്. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. ഈ തമസാകട്ടെ അജ്ഞാനത്തിൽ നിന്ന് ജനിച്ചതാണ്. അത് എല്ലാ ജീവജാലങ്ങളെയും അത് വ്യാമോഹിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പോ മനുഷ്യരുടെ അവസ്ഥ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മൃഗഹത്യൊക്കെ ചെയ്യുന്ന മനുഷ്യര് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അവര് തമോ ഗുണത്തിലായതുകൊണ്ടാണ് മൃഗഹത്യ ചെയ്യുന്നത്. അവർക്ക് നമ്മുടെ വേദങ്ങളെ കുറിച്ച് ഒരു അറിവും ഇല്ല. ഇപ്പോ ഈ ജന്മത്തിൽ നമ്മുടെ മൃഗങ്ങളെ നമ്മളെ ഹിംസിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തില് നമ്മൾ ഒരു മൃഗങ്ങളുടെ ശരീരം സ്വീകരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ ഹിംസിച്ച മൃഗം തന്നെ അടുത്ത ജന്മത്തിൽ നമ്മളുടെ കഴുത്തിൽ കത്തിവെക്കും എന്നുള്ള ആ വാസ്തവം അവർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അതിനെയാണ് ഈ അജ്ഞത എന്ന് പറയുന്നത്. ഒരു വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ അജ്ഞത എന്ന് പറയുന്നത്. ഭഗവാൻ തന്നെ 10-ാം സ്കന്ധത്തില് പറയുന്നുണ്ട്, കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം കുരുക്ഷേത്രത്തില് ഒരുപാട് ഋഷിമാര്, വ്യാസദേവൻ, നാരദ മഹർഷി, ചവന മഹർഷി, ഭരദ്വാജൻ, പിന്നെ ഗൗതമൻ, പരശുരാമൻ, പിന്നെ വസിഷ്ഠര്, അങ്ങനെ ഒരു പരശുരാമൻ, കശ്യപ മഹർഷി, അങ്ങനെ എല്ലാ ഋഷിമാരും അവിടെ ഒത്തുകൂടിയിരുന്നു ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. 4 കുമാരന്മാരുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഭഗവാൻ പറയുന്നുണ്ട്, അതായത് യസ്യാത്മബുദ്ധി ഗുണഭേദ ധാതുകെ സ്വതി കളത്രാദിഷു ഭൗമ ഇജ്ജതീഹി യത്തീർത്ഥ ബുദ്ധി സലിലേന കർഹിചിത് ജ്ഞാനേഷു അഭിജ്ഞേഷു സ ഏവ ഭോക്കരഃ എന്ന് പറയുന്നുണ്ട്. അതായത് കുണപേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗ്. നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ഒരു സഞ്ചി പോലെയാണ്. ആ സഞ്ചി ഉണ്ടാക്കിയിരുന്നത് എന്തുകൊണ്ടാണ്? ത്രിധാതുകെ, 3 വസ്തുക്കൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണത്? കഫം, വാതം, പിത്തം. ഈ 3 വസ്തുക്കൾ കൊണ്ടാണ് നമ്മുടെ ഈ ഭൗതിക ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളുടെ ചെസ്റ്റ് തൊട്ട് മുകളിലോട്ടുള്ള ഭാഗം അത് കഫം എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. പിന്നെ വയറ്റിൽ എപ്പോഴും പിത്തം നിറഞ്ഞിരിക്കുന്നുണ്ടാവും. വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ പിത്തം കൊണ്ടുവരുന്നതാണ്. പിത്തത്തിന്റെ അമിതമായിട്ടുള്ള അളവ് കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ ശ്വാസതടസ്സം, അതെല്ലാം ഈ കഫം കൊണ്ടുവരുന്നതാണ്.
പിന്നെ വാദം, അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗം പലപ്പോഴും അത് പാരാലിസിസ് ആയി പോകാറുണ്ട് പലർക്കും. അതെന്ന് പറഞ്ഞാൽ അത് വാദസംബന്ധമായിട്ടുള്ള അസുഖമാണ്. അപ്പൊ ഈ കഫം, വാദം, പിത്തം, ഇത് മൂന്നും ആണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങൾക്കും കാരണം. വാസ്തവത്തില് ഇത് മൂന്നും ആ കൃത്യമായിട്ടുള്ള അളവ്, അതായത് ഈക്വൽ, ഇപ്പൊ 100%, അത് ഈക്വലായിട്ട് ഈ മൂന്ന് ഇതിലും ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരസുഖവും വരില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ശരീരത്തിലെ കഫം വേണം, പിത്തം വേണം, വാദം വേണം. പക്ഷെ അതിന്റെ കൃത്യമായിട്ടുള്ള അളവ്, അതായത് ഇപ്പൊ 100/3, ഒരിക്കലും നമുക്കത് കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷൻ കിട്ടില്ല. കാരണം എന്താണ്, അതിന് ഫ്രാക്ഷൻ വരും, അല്ലെ? 33.33333 അങ്ങനെ പോകും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഭൗതിക ശരീരത്തിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നത്. അപ്പോ നമുക്ക് അതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്, ഗുണപേത്രി ധാതുകേ. അവർക്ക് എന്താണ് അവരുടെ ഈ എന്താ അവരുടെ ആ പ്രത്യേകത? സ്വദീഹി, അതായത് ഭാര്യ, പിന്നെ കളത്രാദിഷു, അതായത് മക്കള്, ഇവരെല്ലാവരും എല്ലാ സമയത്തും നമ്മളുടെ തന്നെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയാണ് അവർക്ക്. ശ്രീലപ്രഭുവാരുടെ ഭാവാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ മുത്തച്ഛൻ മരിച്ചുപോയി, നമ്മളുടെ അച്ഛൻ മരിച്ചുപോയി, അപ്പൊ നമ്മളും ഒരിക്കൽ മരിക്കും, നമ്മളുടെ മക്കളും മരിക്കും. ഈ ഒരു ചിന്ത അവരിൽ ഉണ്ടാകില്ല. നമ്മൾ ഈ ഭൗതിക ലോകത്തിലെ ജന്മത്തിൽ നമുക്ക് സുഖമായിട്ട് കഴിഞ്ഞുകൂടാം. ഈ ഭൗതിക ശരീരം തന്നിരിക്കുന്ന എപ്പോഴും സുഖിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ശരീരമേ ഉള്ളൂ, ഈ ഒരു ജന്മമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും ഈ സ്തമോ ഗുണത്തിലുള്ളവർ. അപ്പോ സ്വതീ കളത്രാദിഷു, അപ്പൊ ഭാര്യയും മക്കളും എല്ലാ കാലത്തും കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത. പിന്നെ ഭൗമ ഇജ്ജ, ഭൗമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജന്മസ്ഥലം എപ്പോഴും എപ്പോഴും പവിത്രമായിട്ട്, സ്വർഗത്തിനേലും നല്ലത് നമ്മൾ ജനിച്ച സ്ഥലമാണ് എന്ന് കരുതുന്നവര്. നമ്മൾ പലപ്പോഴും നാട്ടിൽ പറയുന്നതല്ലേ, ജനനി ജന്മഭൂമിശ്ച സ്വർഗാദവിഗരീയസി എന്നൊക്കെ പലരും വിവരമില്ലാതെ പറയുന്നവരുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയല്ല, കാലികമായിട്ടാണ് ഈ ഭൗതിക ലോകത്തിൽ വസിക്കുന്നത്. ഇത് നമുക്ക് സ്ഥിരമായിട്ട് വസിക്കാനുള്ള ഒരു സ്ഥലം അല്ല. അപ്പോ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ അവർക്ക് ഉണ്ട്. ഭാര്യയോടും മക്കളോടുമുള്ള ആ ആസക്തി, ജനിച്ച സ്ഥലത്തിനുള്ള ആസക്തി. പക്ഷെ എന്നിരുന്നാലും അവർക്ക് യത്തീർത്ഥ ബുദ്ധി സലിലേന കർഹിച്ചത്, അവർക്ക് ഒരു ആധ്യാത്മികമായിട്ടുള്ള സ്ഥലത്തിനുണ്ട്. ഭഗവാന്റെ ജന്മസ്ഥലം, ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലം, അങ്ങനെയുള്ള സ്ഥലങ്ങളോട് അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ആസക്തിയും ഉണ്ടാകില്ല. ഇപ്പോ നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നെ കാണാൻ, ഇപ്പൊ ഗംഗയിലൊക്കെ കുളിക്കാൻ വരുന്നവര് എണ്ണയൊക്കെ തേച്ച് സോപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ വന്ന് കുളിക്കുന്നത് നമുക്ക് കാണാം, ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിക്കുന്നത് കാണാം. പക്ഷെ ഗംഗ എന്ന് പറയുന്ന ഒരു പുണ്യ നദിയാണ്, അവിടെ സോപ്പും എണ്ണയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ആ വാസ്തവം അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവര് ഏതുപോലെ അവര് മൃഗങ്ങളെ പോലെയാണ്. അവര് ഗംഗയിൽ കുളിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആ വിശ്വാസം ഇല്ല ഗംഗാ നദിയോട്, പവിത്ര നദിയാണ് എന്നുള്ള ആ ഒരു വിശ്വാസമില്ല. സലിലെ, അത് വെറും കുളിക്കാനായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാത്രം അവർ കാണുന്നവരാണ്. അപ്പോ അതുപോലെ തന്നെ അവർക്ക് ഈ ആധ്യാത്മിക പുരോഗതി പ്രാപിച്ചവരെ കാണുമ്പോൾ അവരുടെ ഉപദേശങ്ങൾ ശ്രവിക്കാനോ അല്ലെങ്കിൽ ഈ ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി നേടിയവരോടുള്ള സംഘം ചേരാനോ അവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടാകില്ല. അപ്പൊ അവര് എങ്ങനെയുള്ളവരാണെന്നുള്ള ഭഗവാൻ ഈ ശ്ലോകത്തിൽ വരുന്നത് സ ഏവ ഗോഖരഹ, 2 പദം ചേർത്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശു, ഖര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത. ഈ പശുവും കഴുതയും എങ്ങനെ ഒരുമിച്ച് ചേർന്ന് പോകുന്നത്? അപ്പോ അത് ആചാര്യന്മാര് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പശുവിന് അതിന്റെ കുട്ടിയോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അപ്പോ പശു പാല് ചുരത്തണം എന്നുണ്ടെങ്കിൽ കുട്ടി മുമ്പിൽ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ അത് പാല് ചുരത്തുള്ളൂ.
അപ്പോ ഈ ചില പാൽക്കാരൊക്കെ എന്ത് ചെയ്യും, അവര് ഈ പുല്ലുകൊണ്ടൊക്കെ ഒരു വൈക്കോലുകൊണ്ടൊക്കെ ഒരു പശുക്കുട്ടി ഉണ്ടാക്കിയിട്ട് ഈ പശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. അപ്പോ പശു എന്ത് വിചാരിക്കും, അത് തന്റെ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാല് ചെറുത്തും. അപ്പൊ പാൽക്കാരൻ പാല് കറന്നിറക്കും. പിന്നെ ഖര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുതകൾ. അത് നമ്മൾ നേരത്തെ പഠിച്ചു. അത് ഈ അലക്കുകാരന്റെ ബാണം ചുമക്കും ദിവസം മുഴുവനും ഒരു പെട്ടി പുല്ലിന് വേണ്ടിയിട്ട്. ആ പുല്ല് ഇത്രയൊന്നും പ്രയത്നിക്കാതെ തന്നെ കിട്ടും എന്നുള്ളത് അതിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അതുപോലെയാണ് ഈ മനുഷ്യരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അത് ഈ അവസ്ഥ മനുഷ്യനെ എന്ത് സംഭവിക്കുന്നു, മോഹനം സർവദേഹിനാം, എല്ലാ ജീവാത്മാക്കളെയും മോഹിപ്പിക്കുന്നതാണ് ഈ തമോ ഗുണം എന്ന് പറയുന്നത്. ദേവതമാര് ആണെന്നുണ്ടെങ്കിൽ സത്വഗുണത്താൽ മോഹിതരാണ്. മനുഷ്യ രജോ ഗുണവും തമോ ഗുണവും അവരില് പല പ്രൊപ്പോർഷനിലുണ്ടാകും. അതേസമയം മൃഗങ്ങളാണെന്നുണ്ടെങ്കിലും അവര് സദാസമയവും തമോ ഗുണത്തിലുള്ളവരാണ്. അപ്പോ തമോ ഗുണത്തിന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിദ്ര, അവർക്ക് അമിതമായിട്ടുള്ള ഉറക്കം, പിന്നെ ആലസ്യം, എപ്പോഴും ഒരു മന്ദത, പിന്നെ പ്രമാദം, അവർ ഭ്രാന്തന്മാരെ പോലെ സംസാരിക്കും. കാരണം ഉറക്കം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അവസ്ഥ. അവര് എന്താ സംസാരിക്കുന്നത് തന്നെ അവർക്ക് തന്നെ അറിയില്ല. അപ്പോ അത് അങ്ങനെ ഈ നിദ്ര, ആലസ്യം, പ്രമാദം, ഇത് മൂന്നും മനുഷ്യരെ ഈ ഭൗതിക ലോകത്തിൽ തന്നെ നിബന്ധനാതി തളച്ചിടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ നമ്മൾ ചർച്ച ചെയ്ത ഈ രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും സ്വഭാവം ഇതാണ്. ഇനി കൂടുതൽ വിശദമായിട്ട് സത്വഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും വിവരണങ്ങൾ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നാളെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ദിവസം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ അടുത്ത പുതിയ ഗൗരാബ്ദം, ക്രിസ്താബ്ദം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മള് ഭക്തന്മാരെ സംബന്ധിച്ചിട്ട് 541 ഗൗരാബ്ദം മറ്റൊന്ന് തുടങ്ങുകയാണ്. അപ്പൊ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ ശ്രീമദ് ഭഗവത്ഗീത കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്. പ്രേമാനന്ദി. ആർക്കെങ്കിലും എന്തെങ്കിലും ഈ രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി, അവിടുത്തെ വിശേഷങ്ങൾ പറയും. മായാപൂരിലെ ഡാമിൽ എത്ര ഭക്തജനങ്ങൾ എത്തി ഇപ്പോ? മിനിഞ്ഞാന്ന് ശാന്തിപൂർ ഫെസ്റ്റിവൽ, അതായത് അദ്വൈതാചാര്യരുടെ ജന്മസ്ഥലത്ത് നമ്മൾ എല്ലാ വർഷവും ഇസ്കോൺ നടത്തുന്നതാണ് പ്രസാദ വിതരണം. അന്ന് അവിടെ നമ്മൾ അദ്വൈതാചാര്യരുടെയും ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭുവിന്റെയും തൃപ്പാദങ്ങൾ നമ്മളവിടെ അന്ന് സ്ഥാപിച്ചു. അഭിഷേകവും എല്ലാം ഉണ്ടായിരുന്നു. ഗുരുമഹാരാജും പോയിരുന്നു. 55,000 പ്ലേറ്റ് സമൃദ്ധിയായിട്ടുള്ള കിച്ചടി പ്രസാദം, അതുപോലെ തന്നെ ടൊമാറ്റോ ചട്നി, പപ്പടം, പായസം, ഇതെല്ലാം സമൃദ്ധിയായിട്ട് നമ്മൾ 55,000 പ്ലേറ്റ് നമ്മുടെ വിതരണം ചെയ്തു. ഒരു ഗ്രാമമാണ്. അവിടെ താമസിക്കുന്ന ഫാമിലി എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടാവും? കൂടി വന്നൊരു 500 ഫാമിലി പോലും ഉണ്ടാവില്ല. കാരണം അവിടെ നിറയെ മാവും തോപ്പുകളാണ്. മാവിന്റെ കൃഷി നടക്കുന്ന സ്ഥലമാണ് ആ ഏരിയ മുഴുവൻ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇത്രയധികം ജനങ്ങള് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും ആർക്കും പറയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഈ ശാന്തിപൂർ ഫെസ്റ്റിവലിന് യാതൊരു അഡ്വർടൈസ്മെന്റോ ഒന്നും ഇല്ല. പക്ഷെ ഈ ഒരു ദിവസം എവിടെ നിന്നൊക്കെയാണ് ജനങ്ങൾ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓർത്തിരുന്നിട്ട് ഒരു വർഷത്തിൽ ഒരിക്കലേ ഇത് വരുന്നുള്ളൂ. ഈ ഒരു തിഥി, മാധവേന്ദ്രപുരിയുടെ ആവിർഭാവ ദിനം, അത് ഓർത്തിരുന്നിട്ട് ഈ ഒരു ദിവസം ഒരു അഡ്വർടൈസ്മെന്റോ ഒന്നും ഇല്ലാതെ ജനങ്ങൾ അവിടെ എത്തണം. മാത്രമല്ല, ഇപ്പൊ ഈ 55,000 പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈനാണ്. ഇപ്പൊ ഉച്ചയ്ക്ക് 12 മണിക്കൊക്കെ ക്യൂ നിൽക്കുന്നവർക്ക്
ഒരു പ്ലേറ്റ് പ്രസാദം കിട്ടുന്നത് തന്നെ വൈകുന്നേരം 4 മണിക്കാണ്. പക്ഷെ എന്നിരുന്നാലും ഇത്രത്തോളം ഹോസ്റ്റിറ്റി എടുത്തിട്ട് ഈ ജനങ്ങൾ അവിടെ വരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആർക്കും ഇത് പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രയും പ്രസിദ്ധമാണ് ഇവരുടെ ലീലകൾ എന്ന് പറയുന്നത്. മായാപ്പൂർ ഡാമിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇസ്കോണിന്റെ പരിക്രമ കഴിഞ്ഞു. അതിനോട് ചേർന്ന് തന്നെ മറ്റുള്ള ഗൗഡിയ പടങ്ങളുടെ പരിക്രമയും തുടങ്ങി. അപ്പൊ അത് ഇന്ന് ലാസ്റ്റാണ്. ഇന്ന് പരിക്രമ കഴിഞ്ഞ് ഈ ഗൗഡിയ മഠങ്ങളിൽ പലരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകും. കാരണം എല്ലാവർക്കും അവരവരുടെ ഗ്രാമങ്ങളില് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവ ദിനം ആഘോഷിക്കാൻ വേണ്ടി അവരെല്ലാവരും തിരിച്ചു പോകും. പക്ഷെ എന്നിരുന്നാലും മായാപ്പൂർ ഡാമിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്പോഴും അവശേഷിക്കും. ഇന്നും നാളെയൊന്നും വഴി കൂടെ നടക്കാൻ പോലും പറ്റില്ല. വണ്ടികൾ കൊണ്ടുപോകുന്ന കാര്യം പറയാൻ വേണ്ട. അതുപോലെ തിരക്കാണ് റോഡിലെല്ലാം. അപ്പോ എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുവിനുള്ള ഭക്തി ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. ഇത്രയും നമ്മളവിടെയും തിരുവനന്തപുരത്ത് അത്യാവശ്യം നല്ല തിരക്ക് ആറ്റുകാൽ പൊങ്കാലയുടെ. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് ഒരേ ദിവസമാണല്ലോ അല്ലേ ഇപ്രാവശ്യം? ആണ്. ഹരേ കൃഷ്ണ. നമുക്ക് അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിനെ